പ്രിയമുള്ളവരെ, എ സി തണുക്കില്ലാണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്ന സമയമാണ് ഈ സമയം. അതിന് പ്രധാന ഒരു കാരണമുണ്ട്. നമ്മൾ എ സിക്ക് വേറെ കംപ്ലൈൻറ്റ് വെച്ചിട്ട് മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ട. വോൾട്ടേജ് ഇഷ്യൂ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ എ സി വർക്ക് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ലൈനിൽ 220 വോൾട്ടേജാണ് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. അത് കുറഞ്ഞ് 190 വരെ വാട്ട്സ് വരെ കമ്മിയായി കഴിഞ്ഞാലും വർക്ക് ചെയ്യുന്ന എ സികളുണ്ട്. പോട്ടെ 160 വരെ വാട്ട്സ് കമ്മിയായാലും വർക്ക് ചെയ്യുന്ന എ സികൾ നിലവിലുണ്ട്. അതുവരെ കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട്, ചില ബ്രാൻഡുകളൊക്കെ. ഈ 160 താഴെ വോൾട്ടേജ് കുറവാണെങ്കിൽ ഏത് ബ്രാൻഡാണെങ്കിലും കട്ടാവും, എ സി ഓഫ് ആകും. അതായത് പുറത്തെ കംപ്രസറാണ് ഓഫ് ആകുക. നമുക്ക് ഉള്ളിലിരുന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഉള്ളിലെ ഫാൻ ചെറുതായിട്ട് വർക്ക് ചെയ്യണം, പുറത്തെ കംപ്രസർ ഓഫ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് റൂമിൽ തണുപ്പ് കിട്ടൂല. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. രാത്രി കുറച്ച് സമയങ്ങൾ കട്ടാവും, കുറച്ച് സമയങ്ങളിൽ ഓണാവും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കംപ്രസർ ഓഫ് ആയിട്ടുണ്ടോ എന്ന് പുറത്തിറങ്ങി നോക്കണം ആദ്യം വേണ്ടത്. അങ്ങനെ കംപ്രസർ ഓഫ് ആണെങ്കിൽ പ്രതിവിധികളുണ്ട്. നമുക്ക് നമ്മൾ നോർമലി 2000 രൂപക്ക് മേടിക്കുന്ന സ്റ്റെബിലൈസർ 170 വരെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസറായി കാര്യം. അത് കുറഞ്ഞ് 150 വർക്ക് ചെയ്യുന്ന സ്റ്റെബിലൈസർ ഉണ്ട്, 130 വർക്ക് ചെയ്യുന്നുണ്ട്, 110, 90 വാട്ട്സ് വരെ കുറഞ്ഞാലും അതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റെബിലൈസർ മാർക്കറ്റിലും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 24 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 24 മുകളിലേക്കാണെങ്കിൽ അത്രയും നല്ലത്, ഇത്രയും ചൂടുകാലം ആയതുകൊണ്ട്. അപ്പോൾ പറയാനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ പുറത്ത് ഡിഗ്രി ചൂട് അറിയാലോ, 40 മേലെ ഡിഗ്രി ചൂടുണ്ട് പുറത്ത്. അപ്പോൾ അത് നമ്മൾ അതേ ടെമ്പറേച്ചറിന് അതിലും കൂടുതൽ ടെമ്പറേച്ചറൊക്കെ റൂമിനുള്ളിൽ ഉണ്ടായിരിക്കും. ആ ടെമ്പറേച്ചറിന് എ സിയെ പ്രവർത്തിപ്പിച്ച് നമ്മൾ 24 ഡിഗ്രിക്ക് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 16 ഡിഗ്രിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ സാധ്യതയിൽ ഇപ്പോൾ 16 ഡിഗ്രി ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻവേർട്ടർ എ സി എന്ന് പറയുമ്പോൾ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് കംപ്രസറിൻ്റെ വോൾട്ട് കുറഞ്ഞ ഓട്ടോമാറ്റിക്കലി വോൾട്ട് കുറയാണ് ചെയ്യുക. ഒരു 110 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1200 വാട്ട്സിന് മേലേക്കും, 1.5 ടൺ ആണെങ്കിൽ 1800 വാട്ട്സിന് മേലേക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 24 ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ റൂമിനുള്ള 24 ഡിഗ്രി തണുപ്പായി. ആ സമയത്ത് എന്ത് ചെയ്യും, ആ 1200 വർക്ക് ചെയ്യുന്ന കംപ്രസർ ഏകദേശം 300-310 വാട്ട്സ് ആയിട്ട് കുറയും. 1800 വർക്ക് ചെയ്യുന്ന സ്റ്റെബിലൈസർ ആണെങ്കിലും 310 വാട്ട്സ്, എ സി കംപ്രസർ ആണെങ്കിലും 310 വാട്ട്സ് ആയിട്ട് കുറയും. നമ്മൾ 16 സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ 16 ഡിഗ്രി ആകാൻ നിലവിൽ സാധ്യത ഇല്ലല്ലോ. അപ്പോൾ ഫുൾ ടൈമിൽ എന്ത് ചെയ്യും, നമുക്ക് 1200-1300 വാട്ട്സിലാണ് വർക്ക് ചെയ്യുക. നമുക്ക് കറണ്ട് ബില്ലും കൂടും. പിന്നെ പരിസര പ്രദേശങ്ങളിലൊന്നും എ സി വർക്ക് ചെയ്യാതെയാവും. ഇപ്പോൾ ഇത്രയും വാട്ട്സിലല്ലോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സ്റ്റെബിലൈസർ വെച്ചിട്ട് നമുക്ക് വോൾട്ട് ഉണ്ടാക്കിയാൽ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരും. നമ്മളെ വീട്ടിൽ എ സി വർക്ക് ചെയ്താലും ആ ഒരു ഏരിയയിലെ വോൾട്ടേജിന് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി ഭാവിയിൽ ഇതിനുള്ള പ്രതിവിധി KSEB കാര്യങ്ങളൊക്കെ കാണുന്നത്, അങ്ങനെ നല്ല വോൾട്ടേജ് ഇഷ്യൂ ഉള്ളിടത്തൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു 120 ഒക്കെ താഴെ അല്ലെങ്കിൽ 130 ഒക്കെ താഴെ ഇഷ്യൂ ഉള്ളിടത്ത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അത് KSEBയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ലൈന് ട്രാൻസ്ഫോമറൊക്കെ മാറ്റിക്കുക. ട്രാൻസ്ഫോമർ എടുത്തില്ലാത്തവർക്കൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യ കാലത്ത് ടൗൺ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വർഷം നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ ഏകദേശം 150 മേലെ വൈഡ് റേഞ്ചിൽ എടുക്കുന്ന സ്റ്റെബിലൈസർ വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാന ഇഷ്യൂ ആണ്. ഇതിന് മനസ്സിലാക്കിയിട്ട് എ സിക്ക് വേറെ കംപ്ലൈൻറ്റ് ഈ സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വോൾട്ട് കുറവ്. ഈ 2 മാസം കഴിഞ്ഞ് ഇത്രയും സാധനം എല്ലാ സാധനം നമ്മളിവിടെ എന്തൊക്കെ ഇലക്ട്രിക്കൽ ബണ്ട് അതൊക്കെ വർക്ക് ചെയ്യാൻ ഇത്രയും ചൂടായതുകൊണ്ട് അത് മാറിക്കഴിയുമ്പോൾ ഈ പ്രശ്നം മാറുണ്ടാവും. അതുവരെ ഇത് വേറൊരു ഇഷ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ എ സിമ നോക്കണ്ട. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ടെമ്പറേച്ചറിൻ്റെ കാര്യമില്ല, പറ്റുന്ന ആളുകൾക്ക് നമുക്ക് 24, 25, 26 ഇട്ടാൽ തന്നെ നമുക്ക് പുതച്ചു മൂടി ഉറങ്ങാനുള്ള തണുപ്പുണ്ടാവും. ഈ സമയങ്ങളിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ കറണ്ട് ബില്ലും മറ്റുള്ളവർക്ക് വോൾട്ടൊക്കെ ഉപകാരപ്രദമായിരിക്കും.